ഹായ് ഹലോ എല്ലാവർക്കും അഭിയുടെയും ജാനകിയുടെയും നാളത്തെ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അച്ഛൻ മരിച്ചത് വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് അഭിയും ജാനകിയും ഒക്കെ. ഇപ്പോഴും ജാനകിക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജാനകി അഭിയോട് ചോദിക്കുന്നുണ്ട്, രാത്രി സമയത്ത് അച്ഛൻ്റെ റൂമിൽ പോയി അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ? അതുകൊണ്ടായിരിക്കുമോ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത്? അമ്മയോട് റൂമിൽ പോയി അച്ഛനെ കാണാൻ നമ്മൾ രണ്ടുപേരും നിർബന്ധിച്ചിരുന്നില്ലേ? 2 തവണ അമ്മ കാരണമാണ് അച്ഛന് അറ്റാക്ക് വന്നത്. ഇപ്പോൾ റൂമിൽ പോയി അച്ഛനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകുമോ? അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതെല്ലാം അച്ഛൻ അനുസരിച്ചതല്ലേ, ഇനി കുറ്റപ്പെടുത്താൻ എന്തിരിക്കുന്നു? പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് അജയനെയും അഭിയെയും അമലിനെയുമാണ്. അജയൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയ അമൽ പറയുന്നുണ്ട്, അജയേട്ടൻ എന്താണ് സംശയം? ഏട്ടൻ എന്തായാലും തുറന്നു ചോദിക്ക്. ഞങ്ങൾക്ക് അറിയാമെങ്കിൽ അജയേട്ടനോട് എന്തിനാ ഞങ്ങൾ പറയാൻ മടിക്കുന്നത്? അങ്ങനെയെങ്കിൽ അച്ഛൻ്റെ കാര്യത്തിൽ അജയേട്ടൻ ഒന്ന് അന്വേഷിക്കുക. അപ്പോൾ അജയ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ രോഗം അഭിനയമായിരുന്നു എന്ന്. ഇത് കേട്ട് അഭിയും അമലും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അമൃതയെയും പ്രഭാവതിയെയുമാണ്. അമൃത അമ്മയോട് പറയുന്നുണ്ട്, അച്ഛൻ ഇനിയില്ല. ഈ സമയത്തെങ്കിലും ജീവിച്ചിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരുന്ന് പരിചരിക്കാത്ത വേദന അമ്മയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രഭാവതിക്ക് സങ്കടവും കുറ്റബോധവും ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ജാനകിയെയും അഭിയെയുമാണ്. അഭി വളരെ വേദനയോടെ ജാനകിയോട് പറയുന്നുണ്ട്, അച്ഛനെ എടുത്ത് കത്തിച്ചത് എൻ്റെ മനസ്സിലെ ചിതയിലാണ്. എൻ്റെ നെഞ്ചിലെ ചിത ഒരു കാലത്തും കെട്ടടങ്ങില്ല. എന്നിട്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.